ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സുകളാണ്, തയ്യൽ എളുപ്പമാക്കാൻ പറ്റാവുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് കാണിക്കുന്നത് നൂല് കോർക്കുമ്പോൾ കുറച്ച് പ്രായമായ ആളുകൾക്ക് നമുക്ക് ആ സൂചിയിലേക്ക് കറക്റ്റ് ലൈറ്റിൻ്റെ താഴെ വച്ചാലും കറക്റ്റായിട്ട് അത് നമ്മുടെ മെഷീൻ ഇട്ടാലും നമുക്ക് വീടുകളിൽ ഇട്ട് കഴിഞ്ഞാലും എന്താ പറയുക കറക്റ്റായിട്ട് കാണാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൂളാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നത് തന്നെയാണ്. കുറേ പ്രായമായ ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. തയ്യൽ പഠിച്ചവർ, പുറത്ത് പോയി പഠിച്ചവർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്ക് അത് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂള് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ നമ്മളൊന്ന് കടത്തി കൊടുക്കാം. എന്ന ശേഷം നമുക്ക് ഇതിൻ്റെ ഹോളുണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര വലിപ്പമുള്ള ഹോളായതുകൊണ്ട് നമുക്കിത് നേരെ തന്നെ നമുക്ക് ഇടാവുന്നതാണ്. ഇത് നമുക്ക് നേരെ തന്നെ ഇത് പിടിച്ചിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം പിടിച്ചിട്ട് അപ്പുറത്ത് നിന്ന് പിടിച്ച് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തു കണ്ടില്ലേ, ഇതുപോലെ നമ്മളത് ഇങ്ങോട്ട് എടുത്ത ശേഷം നമ്മൾ ആ സൂചി ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ നൂല് ശരിക്കും ആ ഹോളിൽ കൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കടന്ന് വരും. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ. നമുക്ക് ശരിക്കും അവിടെ കണ്ണ് കാണാൻ പറ്റുന്നില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്കത് ജസ്റ്റ് ഇത് കുത്തി കൊടുക്കുക. അപ്പോൾ അത് കുത്തി കൊടുക്കുമ്പോൾ അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ. ഇരുമ്പ് തന്നെയാണല്ലോ, സ്റ്റീൽ തന്നെയാണല്ലോ. അപ്പോൾ നമുക്കത് അപ്പുറത്തേക്ക് കടന്നു വന്നോളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഹോള് വലുതായതുകൊണ്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ്. ഇപ്പോൾ കാണുന്നില്ലേ, ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്റ്റിച്ചിങ് പെർഫെക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ബാക്കും ഫ്രണ്ടും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് വരാതെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ടിപ്പാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈ ഭാഗത്ത് നമ്മൾ നൂല് കോർക്കാൻ വിട്ടുപോയെന്ന് വിചാരിക്കും. ഇത് ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ഈ സ്പ്രിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ നൂല് കോർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ റെഗുലേറ്ററിൽ നമ്മൾ എന്താ പറയുക, സ്പ്രിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മൾ നൂല് ഇടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മൾ തയ്ക്കുമ്പോൾ വ്യത്യാസം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തയ്ക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ നിറച്ച് കട്ട പിടിച്ച പോലെയാണ് വരിക. അവിടെ നമ്മൾ നൂല് കോർക്കാൻ വിട്ടു പോകുമ്പോഴാണ് അതിൽ നമുക്ക് ഇത് ഇങ്ങനെ വരുന്നത്. അല്ലാത്ത സമയം സ്റ്റിച്ചിങ്ങിൻ്റെ എന്താ പറയുക, അത് ടൈറ്റ് വല്ലാണ്ട് കൂടുമ്പോഴും അത് ഭയങ്കര ആ റെഗുലേറ്ററുടെ സ്പ്രിങ് ഉണ്ടല്ലോ അത് വല്ലാണ്ട് ടൈറ്റ് ആയിരിക്കുമ്പോഴും ലൂസായിരിക്കുമ്പോഴും ആ ഒരു ചെറിയ വ്യത്യാസം വരും. പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ നമുക്ക് പിൻ കുഷൻ ഇതുപോലെ പിൻ കുഷൻ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വീഡിയോ ലാസ്റ്റായിട്ട് കൊടുക്കാം ഈ വീഡിയോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം. പക്ഷേ ഇത് സമയമൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ്. ഇത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ലൈനിങ് ഇട്ട് വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ നെക്കൊക്കെ തയ്ക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യേണ്ടി വരും. അത് നമുക്ക് പിന്നെടുക്കാൻ എളുപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനുപോലെ നമുക്ക് ചെറിയ മാഗ്നറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് ഒരെണ്ണത്തിന് വലുതുണ്ട് ചെറുതുണ്ട്. ചെറുതിന് റേറ്റ് വന്നിട്ട് 8 രൂപയാണ്. വലുതിൻ്റെ റേറ്റ് എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഒരെണ്ണത്തിന് 8 രൂപയാണ് ചെറുതിന് റേറ്റ്. വലുതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് എനിക്കറിയില്ല, കുറേ കാലം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് 2 ടൈപ്പ് മാഗ്നറ്റും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ അത് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഇതുപോലെ ഇങ്ങനത്തെ ചെറിയ മാഗ്നറ്റ് മേടിച്ചിട്ട് ഇത് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുള്ള സ്ഥലം ഏതാണോ അതുപോലെ തന്നെ വെച്ചിട്ട് മെഷീൻ്റെ ഏത് സ്ഥലത്ത് വെക്കാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ മാഗ്നറ്റ് വെച്ച് നമുക്ക് ആവശ്യമനുസരിച്ച് ഇപ്പോൾ ലൈനിങ് മെറ്റീരിയൽസ് തയ്ക്കുകയാണെങ്കിലും ചുരിദാറോ ബ്ലൗസോ അതുപോലെ ലൈനിങ് ഇട്ട് തയ്ക്കുന്ന ഐറ്റംസൊക്കെ തയ്ക്കുമ്പോഴും നെക്ക് തയ്ക്കുമ്പോഴൊക്കെയും നെക്ക് തയ്ച്ച് മറിക്കാനൊക്കെ വരുമ്പോഴൊക്കെ പിന്നൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്ന് മറക്കരുത്. പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലെ മാഗ്നറ്റ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ പിന്ന് കിട്ടുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവത്തിൽ നിന്നാണ് കേട്ടോ. എടുക്കാൻ നമുക്കിത് എളുപ്പമുണ്ട്. ഇതിലാണ് നമുക്ക് പിൻ വെച്ചിട്ട് വരണത്. പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടെങ്കിലും നമുക്കതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിത് തിരിച്ച് റിട്ടേൺ വയ്ക്കാൻ നമുക്ക് എളുപ്പമില്ല.
അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ മാഗ്നറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനത്തെ ആവശ്യത്തിനും ഉപയോഗിക്കാം, അല്ലാതെ തന്നെ നമുക്ക് പേഴ്സ്, ബാഗ് അതൊക്കെ തയ്ക്കുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മേടിച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ മാഗ്നറ്റും ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്ററുകളിൽ ഞാൻ പോയപ്പോൾ ഇതും വിൽക്കാൻ വെച്ചിട്ടുള്ളതായി ഞാൻ കണ്ടു. അപ്പോൾ ഞാനിത് 2 ടൈപ്പിൽ നിന്നും ഒരു ടൈപ്പിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. ഒരെണ്ണം ഉള്ളത് കൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ. ഇത്തരം വലുത് നമ്മൾ പേഴ്സിന് വെക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലുതിലാവുമ്പോഴും എളുപ്പമുണ്ട്, കൂടുതൽ പിൻ വയ്ക്കാം എന്നേ ഉള്ളൂ. അത് കാരണം കൊണ്ട് നിങ്ങൾക്കിത് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളിത് കാണിച്ചു തന്നെ കേട്ടോ. ഡയറക്റ്റ് ഇതുപോലത്തെ സംഭവം പിന്നിൽ തിരിച്ച് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പുറത്തിങ്ങനെ ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് മാത്രം, ഇപ്പോൾ ലൈനിങ് ഇട്ട് വെക്കണതിന് മാത്രമല്ല നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഒരുപാട് നമ്മൾ വെക്കൂലല്ലോ, കുറച്ചൊക്കെയല്ലേ നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള അത്ര മാത്രം നമുക്ക് ഇതുപോലെ പിൻ കുഷനിൽ വെച്ചാൽ മതി. അതുപോലെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പിന്നല്ലാതെ നമുക്കിപ്പോൾ തുന്നാൻ ഉപയോഗിക്കുന്ന, ഹെമ്മിങ്ങിന് ഉപയോഗിക്കുന്ന സൂചികളും ഇതേപോലെ തന്നെ നമുക്ക് വെക്കാം കേട്ടോ. എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസൊക്കെ കഴുത്തൊക്കെ നമുക്ക് തുന്നാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതും വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് അടുപ്പിച്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ കാണിയിലിട്ടിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ തയ്ച്ചത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മളിത് എങ്ങനെയാണ് അഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ ത്രെഡ് അഴിക്കാൻ പറ്റാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ അഴിച്ചെടുക്കാനൊക്കെ. നമുക്ക് കാണി ചെറുതാണെങ്കിൽ അഴിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് വാങ്ങിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വാങ്ങിയവർക്ക് വേണ്ടിയിട്ടല്ല, വാങ്ങിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അറിയുന്നവരൊക്കെ അങ്ങനെ ചെയ്തോളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പ് കൂട്ടിയിട്ടിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് തയ്ച്ചെടുക്കട്ടെ. നമ്മൾ അതിൻ്റെ കാണി കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം തമ്മിലുള്ള രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ പിടിച്ചിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ 2 സ്റ്റിച്ചിങ്ങും കണ്ടില്ലേ ഇത്രയും അകലം വ്യത്യാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വളരെ ചെറിയ കാണിയില ചെയ്തത്, ഒന്ന് വളരെ വലിയ കാണിയില ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ കാണിയില ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഇതിൻ്റെ തന്നെ നമുക്ക് കുറച്ചുകൂടി സൈസ് കൂടുതലുള്ളത്, വലിപ്പം കൂടുതലുള്ള ടൈപ്പ് കാണി അഴിക്കാൻ പറ്റാവുന്നത് കണ്ട വലുത് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് 2 ടൈപ്പും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതും നമ്മൾ ഷെയർ ചെയ്തത്. അറിയുന്നവർ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ആ ഭാഗം നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളിത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ടിപ്പുകളൊക്കെ നിങ്ങളുടെ തയ്യലിനെ എളുപ്പമാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്